ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെറിയൊരു പാർട്ടീൻ്റെ ഒരു വ്ളോഗാണ്. പാർട്ടി എന്ന് പറയാൻ വലിയ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, എന്നാലും ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഞാനൊരു ബീഫിൻ്റെ ഒരു വെറൈറ്റി ഡിഷും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സെറ്റാക്കി വെക്കും. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കൊടുക്കാമല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആദ്യം ഗസ്റ്റ് വരില്ല എന്നാണ് പറഞ്ഞത്, കാരണം രാവിലെ നല്ല മഴയായിരുന്നു. പിന്നെ കുറച്ചൊന്ന് മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു എന്തായാലും വരും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ സമയമില്ല. പിന്നെ ഇക്കാനോട് പറഞ്ഞു കുറച്ച് ബീഫും കോയും വാങ്ങാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ചപ്പാത്തി നമ്മൾ പാക്ക് കിട്ടുമല്ലോ, അത് എന്തോ ഭാഗ്യത്തിന് രാവിലെ വെള്ളപ്പായിരുന്നു, അപ്പോൾ അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓവർ ഡിഷൊന്നുമില്ല, നല്ലത് കുറച്ചൊരു നല്ല രീതിക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 കുക്കർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സാധാ വഴറ്റുന്ന പോലെ തന്നെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് വഴറ്റി. അപ്പോൾ ഇത് വഴറ്റി വന്ന് പകുതി ആകുമ്പോഴേക്കും ഗസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, മസാല ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം പെട്ടെന്ന് അത് ഒരു കുക്കർ മാറ്റിയിട്ട് മൂന്നാമത്തെ സ്റ്റൗ വർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് കേടായിട്ടുണ്ട്. അപ്പോൾ മൂന്നിലും കൂടി പാകം ചെയ്യാനും വയ്യ, അപ്പോൾ ഒന്ന് മാറ്റാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു കുക്കറിൽ വേഗം മസാല ഒക്കെ വേഗം എന്താക്കിയിട്ട് ഒരു കുക്കർ മാറ്റിയിട്ട് ആ വന്ന ഗസ്റ്റിന് വേഗം ചായ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ ഒരു അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ ബീഫും വേവിച്ചെടുക്കുക. ഞാനിത് ബീഫിൻ്റെ വേറൊരു, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റിലെ ബീഫ് എൻ്റെ ഒരു ചെറിയ റെസിപ്പി ഉണ്ട്, അപ്പോൾ അതിനുള്ള ബീഫും കൂടി ഞാൻ ഇതിലിട്ടിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചുകാണ്ട് അതിലേക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഞാൻ ബീഫ് ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചായ തിളച്ചു, ചായ ഞാൻ കൊടുത്തു. പിന്നെ ഞാൻ കോഴിക്ക് ഞാൻ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കോഴിയും കൂടി ചേർത്തിട്ട് എന്താ പറയുക, ഒരു വിസിൽ വന്നപ്പോൾ അത് മാറ്റി വെച്ച് പിന്നെ വേഗം എന്താക്കി അടുപ്പത്ത് കുറച്ച് കോഴി കായം, അതായത് മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് ചപ്പാത്തിയും ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാരണം 10 മണിയാകുമ്പോഴത്തേന് ഗസ്റ്റ് 10 മണീൻ്റെ ഉള്ളിൽ ഗസ്റ്റ് വന്നു, ഒരു 11-12 മണിയാകുമ്പോഴത്തേന് അവർ പോവുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കൊടുക്കണമല്ലോ. ഇത് പിന്നെ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന, ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് പൊരിക്കുക, എന്നിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഞാൻ എന്താ പറയുക, നമ്മളെ മുളക് പൊടി ഉണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങോട്ട് പേര് കിട്ടുന്നില്ല കേട്ടോ, കാശ്മീരി മുളക് പൊടി, അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ചപ്പാത്തി റെഡിയായി. ഇതാണ് നമ്മൾ ഫൈനൽ ഡിഷ്. ഇത് ബീഫിലേക്കുള്ള കേട്ടോ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് ഒരു 1-2 പിടുത്തം തേങ്ങ എടുത്തിട്ട് നല്ലവണ്ണം വറുക്കുക കേട്ടോ. വറുത്തതിന് ശേഷം ഇതിലേക്ക് ചീരുള്ളി ചെറുതായി അരിഞ്ഞ് ചീരുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി കുറച്ചൊരു മഞ്ഞതാവില്ലേ, അതുവരെ ഒന്ന് വറുത്തിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് മെയിൻ വേണ്ടത് കുരുമുളക് പൊടിയാട്ടോ. കുരുമുളക് പൊടി ഇട്ട് നല്ലവണ്ണം ഒന്ന് കുറച്ചൊന്ന് ഇതാക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ബീഫിൻ്റെ കുറച്ച് വെള്ളമില്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ബീഫ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, അരച്ച് ചേർക്കുന്നതിലേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒന്നും കൂടി ഒന്ന് മല്ലിപ്പൊടി ഇട്ടുകാണ്ട് ചിക്കൻ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളപ്പം ഉണ്ടാക്കണോ വേണ്ട വിചാരിച്ചു, കാരണം അവർക്ക് സമയം ഉണ്ടോയെന്നറിയില്ലല്ലോ. പിന്നെ പെട്ടെന്ന് വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഡിഷ്. ഇത് ഇങ്ങനെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇനി വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ സമയമില്ലല്ലോ, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പക്ഷെ എന്തോ അവർ ഇരിക്കുന്നതിന് മുന്നേ ഞാൻ ആ ക്ലിപ്പും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ബീഫ് കറി, കോഴിക്കറിയും പിന്നെ നമ്മളെ കടായും പിന്നെ മെയിൻ നമ്മളെ ബീഫ് പെരട്ടും നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ കുറച്ച് വെള്ളപ്പും പിന്നെ ചപ്പാത്തി പിന്നെ ഞാൻ റെഡിമെയ്ഡ് ആട്ടോ, സമയമില്ലാത്തതുകൊണ്ട് വെള്ളപ്പം പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഗസ്റ്റിന് വെച്ചത്. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ബീഫിൻ്റെത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബായ്.